പുതുവർഷത്തെ വരവേൽക്കാൻ ഇനി 9 ദിവസങ്ങൾ കൂടി മാത്രം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളെപ്പോലെ മലയാള സിനിമയെ സംബന്ധിച്ച് പ്രതീക്ഷാനിർഭരമായ വർഷമായിരുന്നു 2025. ഒരു മലയാള ചിത്രം ആദ്യം 300 കോടി ക്ലബിൽ ഇടം നേടിയ വർഷത്തിൽ വിഷയത്തിലും പരിചരണത്തിലും പരീക്ഷണവുമായി ഒട്ടേറെ ചിത്രങ്ങളെത്തി. കഥ പറച്ചിൽ ഇത്രയും വൈവിധ്യമൊരുക്കിയ മറ്റൊരു ഇൻഡസ്ട്രിയും ഈ വർഷം വേറെയില്ല. സമീപ വർഷങ്ങളെപ്പോലെ തന്നെ മറുഭാഷാ പ്രേക്ഷകരുടെ എണ്ണത്തിലും മലയാള സിനിമ വർധനവ് രേഖപ്പെടുത്തി. 2025 തിയേറ്ററിലെത്തിയ ചിത്രങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ ഒരിക്കൽക്കൂടി നോക്കാം. ബേസിൽ ജോസഫ് പൊന്മാൻ. ഏതാനും വർഷങ്ങളായി ഒരു നടനെന്ന നിലയിലും വലിയ പ്രേക്ഷക അംഗീകാരം നേടിയ ആളാണ് ബേസിൽ. ഒരു അയൽപക്കത്തെ പയ്യൻ ഇമേജുള്ള കഥാപാത്രത്തോടെ അദ്ദേഹം പ്രേക്ഷക മനസ്സുകളിൽ ഇരിപ്പുറപ്പിച്ചത്. എന്നാൽ പൊന്മാനിലെ പി അജേഷ് ബേസിൽ ഇതുവരെ അവതരിപ്പിക്കാത്ത ആഴവും ഭാരമുള്ള കഥാപാത്രമായിരുന്നു. ഒരു മികച്ച നടന്റെ സാന്നിധ്യത്തിൽ ഉറപ്പായും പാളിപ്പോകുന്ന കഥാപാത്രം. എന്നാൽ അജീഷിനെ ബേസിൽ കണ്ടിരിക്കുന്നവരുടെ ഉള്ളിൽ തട്ടും വിധം അവതരിപ്പിക്കുകയും ചെയ്തു. പ്രകാശ് വർമ്മ തുടരും. തുടരും എന്ന സിനിമ റിലീസിന് മുമ്പ് അണിയറപ്പുറത്ത് റിവീൽ ചെയ്യാതിരുന്ന സർപ്രൈസ്. ആ സീനിൽ നല്ല ഒരു പോലീസ് ഓഫീസർ എന്ന ഇമേജിൽ നിന്ന് ജോർജ് സാർ എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ ആർക്ക് കൂടി തുടരും എന്ന ചിത്രത്തിൽ ഇത്രയും വാച്ചബിൾ ആക്കിയത്. മോഹൻലാൽ എന്ന അതികായനൊപ്പം ഒരു തുടക്കക്കാരന്റെ പകച്ചയൊന്നുമില്ലാതെ ജോർജിനെ പ്രകാശ് വർമ്മ അവസ്ഫുരണമാക്കി. മമ്മൂട്ടി കളങ്കാവൽ. തേച്ചാലും ഇനിയും മിനുങ്ങുമെന്ന് വിശ്വസിക്കുന്ന അഭിനയ പ്രതിഭയുടെ ഏറ്റവും പുതിയ വേഷപ്പകർച്ച. നായകനായ വിനായകന്റെ പ്രതിനായകൻ. തന്നെ ഇതുവരെ കാണാത്ത മുഖമാണ് സ്റ്റാലിദാസ് എന്ന സീരിയൽ കില്ലറിലൂടെ മമ്മൂട്ടി പ്രേക്ഷകർക്ക് മുന്നിൽ കളങ്കാവൽ എത്തിച്ചത്. കല്യാണി പ്രിയദർശൻ ലോക. ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യ ലേഡി സൂപ്പർ ഹീറോ എന്ന കല്യാണിയുടെ ചന്ദ്ര എന്ന കഥാപാത്രം. ഫിസിക്കൽ ഫിറ്റ്നസും അഭിനയ മികവും ഒരുപോലെ വേണ്ട കഥാപാത്രം. ഭാഷയുടെ അതിരുവമ്പുകൾക്കപ്പുറത്ത് ലോകയും ചന്ദ്രയും നേടിയ കയ്യടി കല്യാണിയുടെ മികവിനുള്ള അംഗീകാരമാണ്. ദിലീഷ് പോത്തൻ റോന്ത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കഥാപാത്രങ്ങളുമായി കൗതുകരമായ തിരഞ്ഞെടുപ്പുകളാണ് ദിലീഷ് പോത്തൻ്റേത്. അഭിനേതാവ് എന്ന നിലയിൽ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ അദ്ദേഹം പലപ്പോഴും കാണിച്ചിട്ടുമുണ്ട്. അതിൽ ഏറ്റവും പുതിയതാണ് റോന്തിലെ എസ്.ഐ യോഹന്നാൻ. സിസ്റ്റത്തിനും മനസാക്ഷിക്കും ഇടയിൽ കുടുങ്ങുന്ന അതിൻ്റെ സംഘർഷത്തിൽ ഒരുങ്ങിത്തീരുന്ന കഥാപാത്രം. ഒരു മികച്ച നടന് മാത്രം പൊക്കാവുന്ന അത്രയും ഭാരമേറിയ കഥാപാത്രത്തെ ദിലീഷ് എടുത്തുയർത്തി. ബിയാന മോമിൻ എക്കോ. പരീക്ഷണങ്ങൾ നടത്താൻ മലയാള സിനിമയിൽ ധൈര്യത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി എക്കോ എന്ന ചിത്രം. അതിലെ കേന്ദ്ര കഥാപാത്രങ്ങളൊന്നായി മ്ലാത്തി ചേട്ടത്തി അവതരിപ്പിച്ചത് ബിയാനർ മോമിനായിരുന്നു. സിനിമയിലെ വലിയ മുൻപരിചയമില്ലാത്ത മേഘാലയയിൽ നിന്നുള്ള 70-കാരി. ഡയലോഗുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. എന്നാൽ ഉള്ള ഡയലോഗുകളും ഒരേ ഭാവവും അത്രയും പ്രാധാന്യമുള്ള ആ കഥാപാത്രത്തെ അവസ്മരണീയമാക്കി ബയാന മോമിൻ. ബീന ചന്ദ്രൻ തടവ്. ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് നേരിടാവുന്ന നിരവധി ദൗർബല്യങ്ങൾ ഒരുമിച്ച് നേരിടുന്ന ഒരു കഥാപാത്രമായിരുന്നു തടവ് എന്ന സിനിമയിലെ അങ്കമാടി ടീച്ചറായ ഗീത. തുടക്കം മുതൽ ഒടുക്കം വരെ അത്രയും ഭാരമേറിയ കഥാപാത്രം. ബീന ആർ ചന്ദ്രൻ പക്ഷേ കൈയടക്കത്തോടെ ആ കഥാപാത്രത്തെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചു. മികച്ച നടിക്കുള്ള 2024 സംസ്ഥാന സർക്കാർ പുരസ്കാരവും നേടിയിരുന്നു ഈ പ്രകടനം. ഷംല ഹംസ. ഫെമിനിച്ചി ഫാത്തിമ. ലളിതമായ ആഖ്യാനത്തിലൂടെ ലിംഗപരമായ വേർതിരിവിനെക്കുറിച്ച് സംസാരിക്കുന്ന ചിത്രം. വിദ്യാഭ്യാസത്തിനും സ്വാതന്ത്ര്യത്തിനും തുല്യതയുമൊക്കെ വേണ്ടി കേന്ദ്ര കഥാപാത്രമായ ഫാത്തിമ നടത്തുന്ന സമരങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന ഷംലയുടെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ഈ വർഷത്തെ സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിരുന്നു. മോഹൻലാൽ ഹൃദയപൂർവ്വം. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് സന്ദീപ് ബാലകൃഷ്ണനായി മോഹൻലാൽ എത്തിയ ചിത്രം. രോഗാവസ്ഥ പശ്ചാത്തലമാകുന്ന ചിത്രത്തിൽ ബ്ലാക്ക് ഹ്യൂമർ കൊണ്ടുവരിക എന്ന് ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ് സത്യൻ അന്തിക്കാട് വിജയിപ്പിച്ചെടുത്തത്. ഉള്ളിൽ വേദനകൾ കൊണ്ട് നടക്കുന്ന ഒറ്റപ്പെടലുള്ള ക്രോണിക് ബാച്ചിലറായ സന്ദീപ് ബാലകൃഷ്ണന്റെ സൗമ്യവും ദീപ്തമായ സാന്നിധ്യമായിരുന്നു ചിത്രത്തിന്റെ വലിയ പ്ലസ്. മോഹൻലാൽ അവതരിപ്പിച്ചത് കൊണ്ട് മാത്രം ലളിതമാണെന്ന് പ്രേക്ഷകർ തോന്നിയ മറ്റൊരു കഥാപാത്രം. അനശ്വര രാജൻ. ഈ മിസ്റ്ററി ക്രൈം ഡ്രാമ ചിത്രത്തിൽ ആത്മാവ് അനശ്വര അവതരിപ്പിച്ച രേഖ പത്രോസ് എന്ന നടിയാവാൻ ആഗ്രഹിച്ച ഒരു സിനിമാ പ്രേമിയായിരുന്നു. കരിയർ മുന്നോട്ട് പോകുമ്പോൾ തന്നിലെ പെർഫോമൻസ് ഉണ്ടാകുന്ന വളർച്ച പ്രതിഫലിക്കാൻ അനശ്വരയ്ക്ക് സാധിച്ചു ഈ കഥാപാത്രത്തിലൂടെ.